ഹരിശ്രീ ഗണപതിയേ നമഃ. അവിഘ്നമസ്തു ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിദ്വം സപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം. ഗുരുദേവന്റെ അവതാര ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത്. ഓം നമോ ഭഗവതി സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ നമഃ. ജയ ജയ ജഗദ്ഗുരുവര സ്വാമി. ജഗദ്ഗുരു ഭഗവാൻ അനുഗ്രഹിക്കണം. പാപവിനാശന ഭഗവാന്റെ സത്പദം വചിച്ചിടുന്നു ഞാൻ. അഴലകറ്റേണം അറിവും ബോധവും അണയണം ഭവൽ ചരിതമോതുവാൻ തുണയരുളേണം. കലിയും കോപവും ഒരിക്കലും വരാതിരിക്കുവാൻ ഭവാൻ അനുഗ്രഹിക്കണം. മതിവിമോകനം ഭവൽ സ്വരൂപമൻ മനസ്സിലെപ്പോഴും തെളിഞ്ഞു നിൽക്കേണം. അഘവിനാശന ദുരിതനാശന അവയമേകണേ ജഗദ്ഗുരു ഭവാൻ. ജാതിയും മതഭ്രാന്തുമില്ലായ്മ ചെയ്ത് ധർമ്മനീതിയെ പുനഃസ്ഥാപിച്ചിടുവാൻ നാരായണൻ ലോകപാവനൻ അവതരിച്ച വൃത്താന്തങ്ങൾ ശോകനാശനകരമരുൾ ചെയ്യുവാൻ കേൾക്ക. ജാതിയും പിശാചിന്റെ ക്രൂരത മൂലം നരജീവിതം അസഖ്യമായി തീർന്നു ഭാരതഭൂവിൽ. നരകതുല്യമായി നാടിതു ജാതി ഭേദാൽ നരനു നരന് അശുദ്ധി വസ്തുവായി തീർന്നു കഷ്ടം. നരകയാതനകൾ സഹിച്ചു സാധുജനം പരിതാപാർത്തരായി ഭക്തരായി ഭഗവാന്റെ പാദധാരണ കോപ്പി സ്തുതിച്ച് നമസ്കരിച്ച് ആദിനായകനെയും വന്ദിച്ചു ചൊല്ലിയിടിനാൻ. ജാതിയാം പിശാചിനെ മോഹിച്ചു ഭവാനി ഏഴകൾക്കഭയമാശ്വാസവും ചൊരിയേണം. സാധുരക്ഷണം ചെയ്തു ദുഷ്കർമ്മകന്താവായി വാഴുന്ന ഭവാനി ആർത്തരക്ഷയെ രക്ഷിക്കണം. ഭക്തർ തൻ പ്രാർത്ഥനകൾ ശ്രവിച്ചു ഭഗവാൻ പാർത്തലേ അവതാര കാര്യാർത്ഥം നിനച്ചിത്. ഭക്തരായി നിരാലംബരായി അമർത്യരെ ജാതി രക്ഷസിൽ നിന്നു രക്ഷ ചെയ്യുവാൻ അഖിലേശ്വരൻ ചെമ്പഴന്തിയൽ വയൽവാരത്തു ഭവനത്തിൽ അമ്പിനോടവതരിച്ചിടിനാൻ ജഗന്മയൻ. 1032 കൊല്ലവർഷം ചിങ്ങമാസത്തിൻ തിരുചതയം നക്ഷത്രത്തിൽ കുട്ടിയമ്മാഖ്യയായ ലോകമാതാവിൽ നിന്നും വിഷ്ണവേശ്വരൻ പിഞ്ചു പൈതനായി പൂജാതനായി ഭക്തവത്സലൻ അവതീർണനായി വന്ന മൂലം കൃത്തിൽ ആനന്ദമുണ്ടായി വന്നിതു സകലർക്കും. അച്ഛനാ മഹാവിദ്വാൻ മാടനാശാനുമൊരു സൽസുതനുണ്ടായതിൽ ഇത്രയും സന്തോഷിച്ചാൻ.
നാഗവാസികളെ അഖിലേകനാഥനെ വന്ദിച്ച് ആവിർമോദനമരുവേടിനാൻ വിഹായസൻ. ദേവർഷി പ്രവരന്മാർ വത്സരൂപനാം ദേവദേവനെ വാഴ്ത്തി വന്ദിച്ചോദിനാൻ ഭക്ത്യാദരാൻ. നമസ്തേ നാരായണ പരബ്രഹ്മമേ നാഥ. നമസ്തേ സമസ്താതിനാശനാദയാനിതേ. നമസ്തേ ലോകത്തെയും പതിയായി വിളങ്ങുന്ന ലോകേ സകല ലോകേശ്വര നമോസ്തുതേ നാരായണ. ക്രൂരമാം ജാതി മതഭേദമില്ലായ്മ ചെയ്തി പാരിലെ അഗതികൾക്ക് ആശ്വാസം പകരുവാൻ പതിത സംരക്ഷകനായി അവതരിച്ചോരു പരമാത്മാവേ നമോസ്തുതേ നാരായണ. ഇത്യേവം സ്തുതിനാം ലോകപാലകൻ വിശ്വമാതാവിൽ സവിതേ പൂപ്പൈതലായി വിളങ്ങിനാൻ. ഭഗവാന്റെ ബാല്യകാലം. അമ്മിഞ്ഞയും നുകർന്നമ്മതൻ തൂമുഖം അമ്പോട് വീക്ഷിച്ചു മന്ദസ്മിതാന്വിതം. ചാരുതരേണ വളർന്നു തുടങ്ങിനാൻ നാരായണാഖ്യാന ഉണ്ണി മനോഹരൻ. അമ്മയ്ക്ക് വച്ചനം മുറ്റവർക്കൊക്കെയും വാത്സല്യ വാരാനിധിയായി വളർന്നവൻ. അമ്മയെ ചാരത്തു കാണാൻ ഞഴകോട് അമ്മേ അമ്മേ എന്ന് കൊഞ്ചി വിളിക്കയും അമ്മിഞ്ഞ അമ്മിഞ്ഞ എന്ന് കൊഞ്ചി ചിരം പിഞ്ചോമന ചുണ്ടുകാട്ടി കരകയും കൈകാൽ കുടഞ്ഞു കളിക്കയോ മൂഴിയിൽ കൈതവമെന്നെ ഇഴഞ്ഞു നടക്കയും പിഞ്ചോമന കൈ പിടിച്ച് എഴുന്നേൽക്കയും പിഞ്ചിളം കാലടി വെച്ചു നടക്കയും പൂക്കളിറുക്കയും തൽസഹന്മാരുമായി പോഴി വാരിക്കളി ചാർത്തു തിമിർക്കയും പക്ഷികളെ പിടിച്ചിടുവാനോടിയും പക്ഷികളെ പോലെ ശബ്ദമുണ്ടാക്കിയും ആടിയും പാടിയും ആർക്കും അകതാരിൽ ആനന്ദമേകിനാണുണ്ണി മനോഹരൻ. നല്ല ചൊടിയും ചുണയും കുസൃതിയും ഉല്ലാസഭാവവും സാത്വിക ബുദ്ധിയും നല്ല സഖമോട് സഖ്യവും ചേർന്നു സല്ലീലകളോരോന്നു കാട്ടിനാൻ നിർമ്മലൻ. ബാലലീലാ വിലാസങ്ങൾ അഖിലേകനാഥൻ അനുഷ്ഠിച്ചതൊക്കെയും ചൊല്ലുവാൻ അവതെല്ലാവർക്കുമെന്നാകിലും ശ്രേഷ്ഠമായുള്ളതൊട്ടൊട്ട് ചൊല്ലുന്നത് കേൾക്ക നീ. ജാതിയിൽ താഴ്ന്നവരെ ഉണ്ണി കാണുകിൽ ജാതമോദം ചെന്ന് തൊട്ടിട്ട് വീട്ടിലുള്ളവരെയെല്ലാം തൊടും. കുട്ടിക്ക് ഇതിഷ്ടമുള്ളൊരു വിനോദമാണെപ്പോഴും പൂജയ്ക്കൊരുക്കുന്ന പാലും പഴങ്ങളും. പൂജയ്ക്ക് മുമ്പേ എടുത്തുണ്ണും കുമാരനോട് ആരെങ്കിലും അത് തെറ്റെന്ന് ചൊല്ലിയാൽ ആരോമലായി അതിനുത്തരമോതിയിടും. ഞാൻ പ്രസാദിക്കുകിൽ ദൈവം പ്രസാദിക്കും. ആയതുകൊണ്ടൊരു ദോഷവുമില്ലേതുമേ. കൂടെ പഠിക്കും സഹചരോടായി മുത കൂടിക്കളിച്ചു വാഴും വഴിയേകത. കയ്യിൽ കമണ്ടലും തെണ്ടും ധരിച്ചൊരു കാവിയുടുത്ത സന്യാസി അണയവേ കൂട്ടുകാർക്ക് അത്ഭുതം തോന്നി അവരാർത്തു കൂകി ചിരിച്ചു കളിയാക്കി യോഗിയേ കല്ലുവാരിയെറിഞ്ഞോടിനാൻ. ആയതിലെല്ലാരിലും കുസൃതിത്തരമുള്ളവർ ഇത്തരം ചാപല്യ വൃത്തികൾ കണ്ടകം നൊന്ത് കരഞ്ഞുപോയി ബാലന്തയാവരൻ. സന്യാസി സച്ചിന്മയനാകും ഉണ്ണിയെ നന്നായി തഴിയെ നിഗ്രഹിച്ചിടിനാൻ. എന്നല്ല തോളിലെടുത്തുകൊണ്ടാക്കിനാൻ ഉണ്ണിയെ തന്നോട് വീട്ടിലായോഗിയും. അന്നൊരു നാൾ വീട്ടിൽ ഉണ്ണിയെ കണ്ടില്ല. എങ്ങുപോ എന്ന് ഉഴന്ന അന്നേരവും ചെന്നുകൊണ്ടാനൊരാൾ കാട്ടിലേ കാകിയായി ഖിന്നനായി വാഴുന്ന പൊന്നോമലുണ്ണിയെ കൊണ്ടെങ്ങു പോന്നവൻ ചോദിച്ചു ബാലനോട്, എന്തിനു നീ പോയിരുന്നിതു കാനനി
എന്നത് കേട്ടതിനുത്തരം ബാലനും സന്നദ്ധൈര്യേന ചൊല്ലിയിടിനാണിങ്ങനെ. ഇന്നാളിവിടെ മരണമുണ്ടായ നാൾ ഖിന്നരാങ്ങായി നിങ്ങൾ കരഞ്ഞത് കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചിരിയും കളിയുമായി തുഷ്ടരായ എന്നൊകം വാഴ്വതും കണ്ടു ഞാൻ. ഇത്തരം കണ്ടത് മൂലമാണിന്ന് ഞാൻ ആ കാലനെ പോയതെന്നറിഞ്ഞിടുക. അന്നൊരിക്കൽ സ്നിഗ്ധപാലന്റെ ദേഹത്ത് വന്നു സൂര്യയോഗത്തിന്റെ ലക്ഷണം. ആരും അറിയാതെ ദേവിതൻ ക്ഷേത്രത്തിൽ ആരോമലുണ്ണിയെ എത്തിയിടിനാനേകനായി. ക്ഷേത്ര കൊടുങ്കാവിലേകാഗ്രചിത്തനായി ദേവിതൻ ഭക്തനായി വാണാങ്കുമാരനും ബന്ധുഗ്രഹേ പോയതാകണം ബാലനെ എന്നന്തർമനസ്സി വിചാരിച്ച് വീട്ടുകാർ. 10-18 നാൾ കഴിഞ്ഞ് രോഗമുക്തനായി എത്തിയ ഏകാകിയായി ബാലനും ദേഹം മുഴുവൻ പസൂരിക്കലയുമായി ആഗതനായ കുമാരനോട് അച്ഛനും ആരാഞ്ഞിതൻ മകനെ എങ്ങുപോയെന്തിരി പാടുകൾ നിന്റെ ദേഹത്ത് കാണുന്നത് ചൊന്നാൻ. കുമാരൻ പസൂരി ബാധിച്ചതും ചെന്നു ദേവീഗ്രഹം ബുക്ക് വസിച്ചതും എന്നത് കേട്ടു പിതാവിനും ഉറ്റവർക്കൊക്കെയും ആശ്ചര്യമുണ്ട്. ഇതേറ്റവും ഇത്തരം ചിന്തനീയങ്ങളാം ലീലകളാ കരുണാനിധി കാട്ടി അനവധി ഈശ്വര വിശ്വാസവും സ്വഭാവവും ശാശ്വതമായ സമാധാന ബുദ്ധിയും ധർമാഭിമുഖ്യവും നിശ്ചയദാർഢ്യവും നിർമ്മലനുള്ള ഗുണങ്ങളൊക്കെയും ജീവജാലങ്ങൾക്ക് ഉപദ്രവമേകുക എന്നുള്ളത് ബാലസ്വഭാവമാണെങ്കിലും ജീവജാലങ്ങളെ കാരുണ്യമുള്ളവനായിരുന്നാരോ മലുണ്ണിയെല്ലായ്പോ